ബെത്ലഹേം കുടുംബ യൂണിറ്റ് കഴിഞ്ഞ് വണ്ടി വന്നിരിക്കുകയാണ്. വളരെ ചുരുങ്ങിയ വാക്കുകളിൽ സിനിമയെക്കുറിച്ച് പറയട്ടെ. ഏറ്റവും ചുരുങ്ങിയ വാക്കുകളിൽ ബുക്ക് മൈ ഷോ എന്ന് പറയുന്ന ഒരു ആപ്പ് ഉണ്ട്, ഇൻസ്റ്റാൾ ചെയ്യുക. ജസ്റ്റ് ബെത്ലഹേം കുടുംബ യൂണിറ്റിൻ്റെ മൂവി എടുക്കുക, ബുക്ക് ടിക്കറ്റ്സ് കൊടുക്കുക. നിങ്ങളുടെ ഏറ്റവും അടുത്ത് അവൈലബിൾ ആയിട്ടുള്ള നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു ക്രൗഡ് ഉണ്ടാവില്ല. നമ്മളിപ്പോൾ ഫാമിലി ആയിട്ട് പോവുക അല്ലെങ്കിൽ ഫ്രണ്ട്സ് ആയിട്ട് പോവുക, അത് ഏത് ക്രൗഡാണെങ്കിലും എല്ലാ ക്രൗഡിനും പെർഫെക്റ്റ് എന്ന് പറയുന്ന പോലെ ആർക്കൊക്കെയാണോ നിങ്ങളൊരു എത്രത്തോളം ഗ്രൂപ്പായിട്ട് പോകാൻ പറ്റുമോ അങ്ങനെ ഒരു ഗ്രൂപ്പായിട്ട് പോവുക. ഒറ്റയ്ക്കാണെങ്കിലും കേട്ടോ, ഗ്രൂപ്പായിട്ട് പോയിച്ച് എൻജോയ് ചെയ്യുക, ചിരിക്കുക, ഫീൽ ചെയ്യുക. ഭയങ്കര രസമാണ്. ഭയങ്കര രസം എന്ന് പറഞ്ഞാൽ ഭയങ്കര രസമുള്ളൊരു സിനിമ. കുറേ കാലത്തിന് ശേഷം കുഞ്ഞു പൊട്ടിച്ചിരിച്ച് കുന്തം പറഞ്ഞല്ല, ചിരിച്ചിരിച്ച് അവസാനമാകുമ്പോഴും ഒരു സ്മൈലോട് കൂടിയിട്ട് എവിടേക്കോ നമ്മളിങ്ങനെ തൊട്ട് തലോടി പോകുന്ന ഒരു ലൈറ്റ് ബ്രീസ് പോലത്തെ ഒരു പ്രേമമാണ്. അതിൻ്റെ കൂടെ ആ കനം മാത്രമുള്ള ഹ്യൂമർ എല്ലാം കൊണ്ടും ഗംഭീരമായിട്ടുള്ളൊരു സിനിമ. ജസ്റ്റ് ഗോ ആൻഡ് വാച്ച്, ജസ്റ്റ് ഡോണ്ട് മിസ് ദിസ്. ഓണത്തിന് നമ്മൾ എന്ത് പരിപാടി, വീട്ടിൽ നമ്മൾ ചിലപ്പോൾ ഫുഡ് ഉണ്ടാക്കുന്നുണ്ടാവും. എല്ലാവരും ഒന്നും അങ്ങനെ സദ്യ ഉണ്ടാക്കുമെന്നൊന്നും ഞാൻ വിചാരിക്കുന്നില്ല. ചിലപ്പം ഒറ്റയ്ക്ക് ബാച്ചിലേഴ്സായിട്ടും ഒക്കെ താമസിക്കുന്ന ആളുകളുണ്ട്, ദൂരദേശങ്ങളിലുള്ളവരുണ്ട്. നല്ല ഭക്ഷണം കഴിക്കുക, പ്രിയപ്പെട്ട ആൾക്കാരുടെ കൂടെ സമയം ചെലവഴിക്കുക, നല്ലൊരു സിനിമ കാണുക എന്ന് പറയുന്നൊരു പ്രയോറിറ്റി നിങ്ങൾക്ക് വരുമ്പോൾ അതിന് ഇതാണ് ബെസ്റ്റ് എന്നാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഈ ക്ലാഷ് റിലീസൊക്കെ വരുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ആൾക്കാർ ഉപയോഗിക്കുന്ന ഒരു പ്രയോഗമാണ് വെക്കടാ ഇതിന് മുകളിൽ വരണമെന്ന്. ഇതിന് മുകളിൽ നിങ്ങളിപ്പോൾ ഒന്നും വെക്കണ്ട. ഇത് ഭയങ്കര രസമാണ്. എന്താ പറയുക, ഫെദർ പോലത്തെ ഒരു സിനിമയാണ്. ഇതിൻ്റെ പുറത്ത് എന്തെങ്കിലും വെച്ചിട്ട് അതിൻ്റെ മനോഹാരിത കളയരുതേ എന്നാണ് പറയാൻ തോന്നുന്നത്. അത്രയും രസമുള്ള സ്വീറ്റ് ക്യൂട്ട്. ഞാൻ ഭയങ്കര ഹാപ്പിയാണോ പടം കഴിഞ്ഞിറങ്ങുമ്പോൾ. സിനിമ തിയേറ്ററിൽ കയറുമ്പോൾ ഒരു സന്തോഷം എന്തായിരുന്നു എന്നറിയോ, ഫാമിലി ക്രൗഡ് എന്ന് വെച്ചാൽ നല്ല പ്രായമുള്ള ആൾക്കാർ. അങ്ങനെയുള്ളവരെയൊക്കെ തിയേറ്ററിൽ കൊണ്ടുവരാൻ പറ്റുന്ന ആളാണ് നിവിൻ. ആൻഡ് മമിതയുടെ കാര്യം പറയുമ്പോഴും ഇവർ രണ്ടുപേരും നമ്മുടെ വീടിൻ്റെ അപ്പുറം ഇപ്പുറമുള്ള അങ്ങനെ താമസിക്കുന്ന ആളുകളെ പോലെ നമുക്ക് ഫീൽ ചെയ്യുന്ന അങ്ങനത്തെ ക്യാരക്ടേഴ്സ് ചെയ്തിട്ടുള്ള അമ്മാതിരി പെർഫോമൻസ് കൊടുക്കാൻ പറ്റുന്ന ആർട്ടിസ്റ്റുകളാണ്. അവർക്ക് അതിന് പറ്റിയൊരു ഒരു സ്പേസ് ഒരുക്കി കൊടുത്തിട്ടുണ്ട് ഗിരീഷ് ഏടി. അവിടെ അവർ നിന്നങ്ങോട്ട് അർമാദിക്കണം. അവർ മാത്രമല്ല, എല്ലാവരും പായസത്തിൽ നിന്ന് ഏലക്ക എടുത്ത് മാറ്റി വെക്കുന്നവരുണ്ട്. പക്ഷേ ഏലക്ക ഇടണ്ടെന്ന് നമ്മൾ തീരുമാനിക്കില്ലല്ലോ. എന്താ, അത് ഇട്ടിട്ടില്ലെങ്കിൽ അതിൻ്റെ ഒരു ടേസ്റ്റ് വരില്ല എന്ന് പറഞ്ഞ പോലെ ഈ സിനിമയിൽ നമുക്കൊരാളെ ഒഴിവാക്കാൻ പറ്റില്ല. എല്ലാവരും വേണം. അവരെല്ലാവരും കൂടി ചേർന്നുണ്ടാക്കുന്ന ഒരു സാധനമുണ്ട്. അപ്പം നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്തുള്ള കുറേ ആൾക്കാരെ നമ്മൾ കാണുകയാണ്. നമ്മൾ അവരുടെ ആ ഒരു കുടുംബ യൂണിറ്റിൽ തൊട്ടപ്പുറത്തൊരു വീട്ടിൽ താമസിക്കുന്ന ഒരാളാണ്, നമ്മളിതെല്ലാം കണ്ടറിയുന്ന ഒരാളാണ് എന്ന് പറയുന്ന പോലെ റിലേറ്റബിൾ ആയിട്ടുള്ള അവതരിപ്പിക്കലൊക്കെ ആയിട്ട് അങ്ങനത്തെ ആളുകളെ കാണാൻ കൊതിച്ച് തിയേറ്ററിലേക്ക് വന്നിട്ടുള്ള ഫാമിലി ക്രൗഡിൻ്റെ കൂടെ ഇരുന്നാണ് ഞാൻ സിനിമ കണ്ടത്. എവ്രിബഡി വാസ് ലാഫിങ്. ആൻഡ് നമുക്കിനി പതുക്കെ പോസിറ്റീവ്സ്, എനിക്ക് പോസിറ്റീവ്സ് മാത്രമേ പറയാനുള്ളൂ. പോസിറ്റീവ്സ് എണ്ണി പറയാം. നിവിൻ പോളി. ഈ നിവിനെയാണോ എനിക്കിഷ്ടം. ഈ നിവിനെ കാണാനാണ് നമ്മൾ കാത്തിരിക്കുന്നതെന്ന് പറയുന്ന പോലെ അങ്ങനെ എടുത്തു വെച്ചിട്ടുണ്ട്. നിവിൻ നടന്നു പോകുന്ന ചില ഷോട്ടിലൊക്കെ എനിക്ക് പ്രേമത്തിലെ നിവിൻ നടന്നു പോകുന്ന ഭയങ്കര പെയിൻഫുള്ളായിട്ട് നടന്നു പോകുന്ന ആ സാധനമൊക്കെ ഇല്ല, അതുപോലെയൊക്കെ എവിടേക്കോ ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. നിവിൻ അറ്റ് ഹിസ് ബെസ്റ്റ് എന്നൊക്കെ പറയാവുന്ന പോലെ ഇത് ഇങ്ങനെ ചെയ്യുന്ന അത്രയും അടിപൊളിയായിട്ട് വേറൊരാൾ ചെയ്യുമെന്ന് എനിക്കറിയില്ല. ഓണത്തൂക്കിനെ കുറിച്ചാണല്ലോ എല്ലാവരും ചർച്ച ചെയ്യുന്നത്. കഴിഞ്ഞ ഡിസംബറിൽ ക്രിസ്മസ് നിവിൻ പോളിയാണ് തൂക്കിയത്. ഈ ഓണം നിവിൻ പോളി തൂക്കിയിട്ടുണ്ട്. ഇതിനിടയിൽ കുറേ പൊട്ടിയ സിനിമകളുണ്ടല്ലോ എന്ന് പറഞ്ഞ് കുറേ കാലമായിട്ട് നമ്മൾ അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുക. പക്ഷേ നോക്കിയേ, ക്രിസ്മസും തൂക്കി, ഓണവും തൂക്കി, ഇനി ഒരു ക്രിസ്മസും കൂടി വന്നിട്ട് കേട്ടോ, വേണമെങ്കിൽ അതിനും വേണ്ടിയിട്ട് പ്ലാൻ ചെയ്യാവുന്നതാണ്. അങ്ങനെ പോകുന്നു. അങ്ങേരുടെ പ്രേമം, അങ്ങേരുടെ കുസൃതി, കുറുമ്പ്. ഇതിനകത്ത് മമിത അവതരിപ്പിക്കുന്ന കഥാപാത്രത്തിനേക്കാൾ ഒരു 12 വയസ്സോളം കൂടുതലുള്ളൊരു ക്യാരക്ടറായിട്ടാണ് നിവിൻ ഇതിൽ അഭിനയിക്കുന്നത്. വിശ്വനാഥ് ആൻഡ് സൺസിലും മമിതയ്ക്ക് സിമിലർ ആയിട്ടുള്ളൊരു സിറ്റുവേഷൻ ആയിരുന്നു. തന്നെക്കാൾ കൂടുതലുള്ള ഒരാളോട് പ്രേമം തോന്നുന്നു. അപ്പം ഇവിടെയും അത് തന്നെയാണ്. പക്ഷേ ആ ഒരു സാദൃശ്യം മാത്രമേ ഉള്ളൂ. അപ്പോൾ ആ പ്രായക്കൂടുതലുള്ള ഒരാൾ, പ്രായക്കൂടുതൽ എന്ന് പറയുമ്പോൾ വയസ്സായി അതല്ല, പക്ഷേ കല്യാണപ്രായം, നമ്മുടെ സൊസൈറ്റി പറയുന്ന ആ ഒരു കല്യാണപ്രായത്തിൽ നിന്ന് കുറച്ച് മുതിർന്നിട്ടുള്ള ഒരാൾ, അയാൾ നേരിടേണ്ടി വരുന്ന കാര്യങ്ങൾ, അയാളുടെ കുറേ ജീവിതത്തിലെ ഇമോഷൻസ്, ഇതെല്ലാം അച്ഛനും അമ്മയൊക്കെ ആയിട്ടുള്ള അയാളുടെ കമ്മ്യൂണിക്കേഷൻസ് എല്ലാം ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ചെയ്യുന്നത്. നിവിന് പകരം അവിടെ വേറൊരാളെ നമുക്ക് ചിന്തിക്കാൻ പോലും, അങ്ങനെ ചിന്തിക്കേണ്ട ആവശ്യകത പോലും പുള്ളി തരൂല. അമ്മാതിരി തൂക്കിടിക്കുക എന്ന് പറയുന്ന പോലത്തെ പെർഫോമൻസ് ആണ് നിവിൻ പോളി ഇതിൽ കാഴ്ചവെച്ചിട്ടുള്ളത്. ഐ ജസ്റ്റ് ലവ് യു മാൻ എന്ന് നമുക്ക് പുള്ളിയോട് പറയാം. അങ്ങനത്തെ ഒരു ചേട്ടനോട് ആർക്കാണ് സ്നേഹം തോന്നാത്തതെന്ന് തോന്നുന്ന പോലെ അത്രയും സ്വീറ്റ് ആൻഡ് ക്യൂട്ടായിട്ടുള്ളൊരു ചേട്ടൻ അത് നിവിൻ പോളി സുഭദ്രമാക്കിയിട്ടുണ്ടായിരുന്നു. ആൻഡ് മമിത ബൈജു, യു ആർ സോ ഗുഡ്,
സോ ഗുഡ്. ഈ കഴിഞ്ഞ കുറച്ച് നാളുകൾക്കിടയിൽ മമിതയുടെ പെർഫോമൻസ് നമ്മൾ നോക്കുമ്പോൾ ആസ് ആൻ ആക്ടർ നമുക്ക് ഭയങ്കര കൺവിൻസിങ് ആയിട്ട് ക്യാരക്ടേഴ്സിനെ അവതരിപ്പിക്കുക, ഇമോഷൻസ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, സർട്ടിലായിട്ട് നിൽക്കുക. മറ്റേ വിശ്വനാഥൻ സൺസ് വന്നതിന് ശേഷം കുറേ ട്രോളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു, ക്യൂട്ട്നെസ് എന്നൊക്കെ പറഞ്ഞിട്ട്. മാൻ, അതാണ് അതിൻ്റെ സ്കെയിൽ, ആ ക്യാരക്ടറിൻ്റെ സ്കെയിൽ അതാണ്. ഇവിടെ മമിത ചെയ്തിരിക്കുന്നത് ദിസ് ഈസ് ദ ബെസ്റ്റ്. ഈ ക്യാരക്ടറിന് ഇതാണ് ഏറ്റവും ആ സ്കെയിൽ. അവർ ഇമോഷൻസ് എക്സ്പ്രസ് ചെയ്യുമ്പോൾ, ഡയലോഗ് ഡെലിവർ ചെയ്യുമ്പോൾ, ഈ പ്രേമത്തിൻ്റെ അവകാശം കിട്ടുന്നതിന് മുമ്പും അതിന് ശേഷവും അങ്ങനത്തെ ഒരു ഡിഫറൻസ് ഉണ്ട്. അതുപോലെ തന്നെ അവരുടെ സംസാര ഭാഷയിൽ, അവർ കുറച്ചൊരു മലയോര പ്രദേശത്തു നിന്ന് കറൂറ്റിയിലേക്ക് വരുന്ന ഒരാളാണ്. അപ്പോൾ അവരുടെ സംസാര ഭാഷയിൽ വരുന്നുണ്ടായിരുന്നു എന്നൊക്കെ പറയുന്ന പോലത്തെ കുഞ്ഞു കുഞ്ഞു സാധനങ്ങളുണ്ട്. അങ്ങനെ എവിടേക്കോ മമിത ആ ക്യാരക്ടറിൽ അവരുടെ ഡയലോഗ് ഡെലിവറിയിലും പെർഫോമൻസിലും എല്ലാം നിറഞ്ഞു നിൽക്കുകയെന്ന് പറഞ്ഞാൽ ആക്ച്വലി ഇത് മമിതയുടെ കഥാപാത്രത്തിൻ്റെ സിനിമയായിട്ടാണ് തുടങ്ങുന്നത്. ഷേർലിയുടെ ജീവിതത്തിൽ നിന്നാണ് ആ സിനിമ തുടങ്ങുന്നത്. അവളുടെ ഓരോ കാര്യങ്ങളും ഗിരീഷ് ഐഡി അങ്ങനെ ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടുണ്ട്. മമിത അവരെ ഏൽപ്പിച്ച ആ ക്യാരക്ടറിനെ പെർഫോം ചെയ്യുക എന്നുള്ളത് മാത്രമാണ്. അതിനുവേണ്ടി എല്ലാം ഗിരീഷ് ഐഡി ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. മമിത ആത്മാർത്ഥമായിട്ട് അത് ഡെലിവർ ചെയ്തിട്ടുണ്ട്. സോ ഗുഡ്. പിന്നെ എല്ലാവരും ഇതിലിപ്പം സുരേഷ് കൃഷ്ണ ആയിക്കോട്ടെ, പിന്നെ നമ്മൾ സോഷ്യൽ മീഡിയയിൽ കണ്ടിട്ടുള്ള സ്റ്റാർസ് ആയിക്കോട്ടെ, സംഗീത് പ്രതാപ് ആയിക്കോട്ടെ, എല്ലാവരും ഗംഭീര പ്രകടനങ്ങൾ കാഴ്ചവെച്ചു. അതിൽ ഇവരുടെയൊക്കെ അച്ഛനമ്മമാരുടെ ക്യാരക്ടർ ചെയ്തിരിക്കുന്ന ആളുകളും എല്ലാവരും നമുക്ക് ഇതൊക്കെ മനസ്സിലാവും. ഇത് ഈ അടവാണ്, അല്ലെങ്കിൽ ഇവരിങ്ങനെയാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഈ സിറ്റുവേഷൻ ഇങ്ങനെ ആയിരിക്കും ഉണ്ടാവുക എന്ന് പറയുന്ന ഓരോന്നും പിക്ക് ചെയ്തെടുക്കാവുന്ന പോലെ അതിൽ പെർഫോമൻസ്. കിരൺ ജോഷിയും ഗിരീഷ് ഐഡിയും ചേർന്നിട്ടാണ് ഈ സിനിമയ്ക്ക് തിരക്കഥ ഒരുക്കിയിട്ടുള്ളത്. ഈ കഥ, അത് പ്ലേസ് ചെയ്തിരിക്കുന്ന സ്ഥലം, അത് ഫീൽ ചെയ്യിപ്പിക്കുന്നത്. ഇതിന്റെ ക്ലൈമാക്സ് അടക്കം പലതും നമുക്ക് വേണമെങ്കിൽ പ്രെഡിക്റ്റബിൾ എന്ന് പറയാവുന്ന, അല്ലെങ്കിൽ ഇതിങ്ങനെയാണല്ലോ എന്ന് പറയുന്ന പോലെയൊക്കെ പോവാവുന്നത് അവര് പ്ലേസ് ചെയ്തിരിക്കുന്നതിൻ്റെ ബ്യൂട്ടിയാണ്. നമുക്ക് ആ ഉദ്വേഗം തരേണ്ട ഒരു സമയത്ത് അതുണ്ട്, നമ്മളെ ചിരിപ്പിച്ച് രസമുള്ള ഒരു സിറ്റുവേഷനിൽ കൊണ്ടുപോകാൻ അങ്ങനെയുണ്ട്. അതുപോലെ ഓരോ ക്യാരക്ടേഴ്സിനെയും ഇവർ കാണുന്നുണ്ട്. ഇപ്പോൾ ഫീമെയിൽ ക്യാരക്ടേഴ്സ് അവർ ഒരുമിച്ചിരുന്ന് മദ്യപിക്കുമ്പോൾ അവരെ ഈ ആണിൻ്റെ പെർസ്പെക്റ്റീവിലുള്ള കാഴ്ചയ്ക്ക് അപ്പുറത്തേക്ക് അതിനൊരു ലൈഫുണ്ട്. ആഷ്ലിയെ അതായത് മമിത ചെയ്തിട്ടുള്ള ക്യാരക്ടറിനെ സിനിമ കണ്ടിട്ടുണ്ട്. അങ്ങനെ ഓരോ ക്യാരക്ടറിനെയും കണ്ട് അവരെല്ലാവരെയും ഇൻഡിവിജ്വൽ ക്യാരക്ടേഴ്സായിട്ട് നമ്മുടെ ഉള്ളിൽ പതിപ്പിക്കത്തക്ക രീതിയിൽ ഗംഭീരമായിട്ടൊരു എഴുത്ത് ഇവിടെ നടന്നിട്ടുണ്ട്. ആ എഴുത്തിൻ്റെയാണ്, അവിടെ നിന്നാണ് ഈ സിനിമ ഏറ്റവും സോളിഡായിട്ട് മാറുന്നത്. സ്ക്രിപ്റ്റ് റൈറ്റേഴ്സ് പൊളിച്ചിട്ടുണ്ട്. ഗിരീഷ് ഐഡിയും അതിലൊരു പാർട്ടാണ്. പുള്ളിക്കിത് സംവിധാനം ചെയ്ത് അതങ്ങനെ ചെയ്തിട്ടുണ്ട്. ഞാനൊരു ഇൻ്റർവ്യൂവിൽ പറയുന്ന കേട്ടാണ്, സോളിഡ് സ്ക്രിപ്റ്റ് വെച്ചിട്ടാണ് ഗിരീഷ് ഐഡി ചെയ്യുക, എനിക്കത് വേണം എന്നുള്ളത്. അതിൻ്റെ എല്ലാ ക്വാളിറ്റിയും ഈ സിനിമയിലുണ്ട്. അജ്മൽ സാബു ആണ് ഇതിൻ്റെ DOP ചെയ്തിട്ടുള്ളത്. എഡിറ്റർ ആകാശ് ജോസഫ് വർഗീസ് ആണ്. ഇതിൻ്റെ വിഷ്വലിൽ വന്നിട്ടുള്ള എല്ലാവരും, ഇതിൻ്റെ കോസ്റ്റ്യൂംസ്, മേക്കപ്പ്, അതിൽ നമ്മൾ കാണുന്ന ഈവൻ ആ കാറിൻ്റെ സെലക്ഷൻ എല്ലാം, ആ പഴയ കാസറ്റുകൾ, ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് തരുന്ന ഒരു ഫീൽ ഉണ്ടല്ലോ. എല്ലാവരും ഭയങ്കര സുന്ദരന്മാരും സുന്ദരിമാരുമാണ്. എന്ന് വെച്ചാൽ നിവിനോട് നമുക്ക് പ്രണയം തോന്നും, മമിതയോട് പ്രണയം തോന്നും, അവരുടെ പ്രണയത്തോട് നമുക്ക് കൊതി തോന്നും. അതിനെ അങ്ങനെ വിഷ്വലി അവതരിപ്പിക്കുക എന്ന് പറയില്ലേ. ആൻഡ് അവസാന ഭാഗത്തേക്ക് വരുമ്പോൾ ഈ മമിതയുടെ ഒരു കൊളാഷ് പോലത്തെ ഒരു സാധനമൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. അതെന്തൊരു രസമായിട്ട് ചെയ്തേക്കുന്നത്. എഡിറ്റിംഗ് ഉണ്ടല്ലോ അമ്മാതിരിയാണ്. അങ്ങനത്തെ കട്ട്സ്, അങ്ങനത്തെ കളറിങ് എല്ലാം, ഇതിൻ്റെ വിഷ്വൽ ഔട്ട്പുട്ടിന് ആരൊക്കെ എന്തൊക്കെ പണിയെടുത്തിട്ടുണ്ടോ, ലൈറ്റ് കത്തിച്ചവനടക്കം എല്ലാവരും ഗംഭീരമായിട്ട് അവരുടെ ഔട്ട്പുട്ടിന് വേണ്ടിയിട്ട് എഫേർട്ട് ഇട്ടിട്ടുണ്ട്. അത് കാണാനുണ്ട്. എന്ത് രസമുള്ള വിഷ്വൽസാണ്. മ്യൂസിക് വിഷ്ണു വിജയാണ്. അവിടെ നമ്മളൊന്നും പറയേണ്ട കാര്യമില്ല. അയാൾ പുലിയാണ്, പുലിയാണ്. ഈ സിനിമയ്ക്ക് ഓരോ സ്ഥലത്തും ഇപ്പം മാന്ത്രികം എന്ന് പറയുന്ന പാട്ടുണ്ട്. അത് MG ശ്രീകുമാറിൻ്റെ ശബ്ദത്തിൽ ആ ഒരു മൂഡിലുള്ള പാട്ട് കേൾക്കുമ്പോൾ അവിടെ അവതരിപ്പിക്കപ്പെടുന്ന കഥാപാത്രം 2005 പാട്ടുകളൊക്കെ അപ്ലോഡ് ചെയ്തിരുന്ന മമിതയുടെ ക്യാരക്ടറിന് ഒരു 20 വയസ്സുണ്ടാവും. അപ്പോൾ ഒരു 30-35 വയസ്സെത്തി നിൽക്കുന്ന നിവിൻ്റെ ക്യാരക്ടർ. അപ്പം അയാളുടെ നൊസ്റ്റാൾജിയയിലുള്ള പാട്ടുകൾ അതിൽ ബഹുഭൂരിപക്ഷവും ചിലപ്പം MG ശ്രീകുമാർ പാടിയതായിരിക്കും. സോ ആ സൗണ്ട്, ആ പാട്ടിൻ്റെ ടോണെല്ലാം കണക്ട് ചെയ്ത് വരുന്നത് ഇവർ ഗോവയിൽ പോകുമ്പോഴുള്ളൊരു പാട്ടുണ്ട്, വേറെ തന്നെ ഒരു വൈബിലാണ്. അങ്ങനെ ത്രൂ ഔട്ട് ദ മൂവി, ആ മൂവിയിലെ ഓരോ ഫീലും ഓരോ സിറ്റുവേഷൻസും ഫീൽ ചെയ്യിപ്പിക്കുന്ന രീതിയിൽ ഗംഭീരമായിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് സ്കോറും പാട്ടുകളും വിഷ്ണു വിജയ് ഒരുക്കിയിട്ടുണ്ട്. മാൻ, അടിപൊളി. സൗണ്ട് മിക്സ് ചെയ്തിട്ടുള്ളത് വിഷ്ണു സുജാതനാണ്. VFX എഗ് വൈറ്റ് VFX ആണ്. DI കളറിസ്റ്റ് രമേഷ് CP ആണ്. കോസ്റ്റ്യൂം ഡിസൈനർ ധന്യ ബാലകൃഷ്ണൻ. മേക്കപ്പ് റോണക് സേവ്യർ. ആക്ഷൻ ചെയ്തിട്ടുള്ളത് ആക്ഷൻ സന്തോഷ്. ആ ആക്ഷനും ഭയങ്കര രസമായിരുന്നേ. ഒരു നാടൻ തല്ലാണ്, ഒരു ഉന്തും തള്ളും തല്ല് എന്ന് പറയുന്ന പോലത്തെ സാധനം ഉണ്ടല്ലോ. ഒരു വേറെ കുറച്ച് സർപ്രൈസ് സാധനങ്ങളുണ്ട്, നിങ്ങളത് തിയേറ്ററിൽ കാണണം കേട്ടോ. ഭയങ്കര രസമുണ്ട്. എന്ന് വെച്ചാൽ ഇവർ സ്പൂഫ് ചെയ്തിട്ടുള്ള കുറേ സാധനങ്ങളുണ്ട്. അത് എനിക്കത് പറയണമെന്ന് തോന്നുന്നു. വെച്ചാൽ രസമുള്ള സാധനങ്ങളാണ്, പറയാൻ കൊതിയാവും. പക്ഷെ ഒന്നും എനിക്ക് പറയണമെന്നില്ല, നിങ്ങളത് തിയേറ്ററിൽ കാണണം. ആ റെഫറൻസും ഐഡിയ ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ ഭയങ്കര രസമായിട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ എല്ലാം കൊണ്ടും ഭയങ്കര രസമായിട്ട് ഓഡിയോ വിഷ്വൽ ട്രീറ്റ്, ഡയലോഗ്സ്, ഇമോഷൻസ്, ആ ഇമോഷണൽ കണക്റ്റ്, ആ പ്രണയം എന്നൊക്കെ പറയുന്നത്
എല്ലാവർക്കും മനസ്സിലാവോടൂ. നമ്മൾ ചില സിനിമ കാണുമ്പോൾ കുറേ ആൾക്കാർ ചോദിക്കും ഈ സിനിമ നമുക്ക് ഇന്ന പ്രായമുള്ളവരെ കൊണ്ടുപോകാൻ പറ്റുമോ, ഇന്ന ആൾക്കാരെ കൊണ്ടുപോകാൻ പറ്റുമോ. എനിക്കിതിൽ അങ്ങനെ ഒന്നും ഒരു ഇതും പറയാനില്ല. ജസ്റ്റ് ഫാമിലി ആയിട്ട് പോവുക, ചില്ല് ചെയ്യുക, നല്ല പോപ്കോണൊക്കെ കഴിച്ച് രസമായിട്ട് ജോളിയായിട്ടിരുന്ന് കാണുക. പുറത്തിറങ്ങി വരുമ്പോഴും നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല സിനിമയല്ലേ എന്ന് പറയിപ്പിക്കുന്ന ഒരു ഫീല് തരുന്ന പടം. അങ്ങനെ ആകെ മൊത്തത്തിൽ ഓണത്തിന് നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ ഇറങ്ങിയിരുന്ന ഒരു സ്പോർട്സ് ഐറ്റമാണ് വടംവലി. അല്ലാതെ ഞാൻ അധികം കാണാറില്ല. വടംവലിയിൽ ഈ ഓണത്തിന് നിവിൻ പോളിയുടെ ഓപ്പോസിറ്റ് നിന്ന് വലിക്കാൻ അത് അയാൾ കൊണ്ടുപോയി. നിങ്ങൾ കൊമ്പനാനയെ കൊണ്ടുവന്നിരുത്തിയോ അയാൾ ഈ ഓണം വലിച്ചു നേടിയിട്ടുണ്ട്. ഒരു വലിയ കൂട്ടായ്മയുടെ എന്ന് വെച്ചാൽ ഫഹദ് ഫാസിൽ, ദിലീഷ് പോത്തൻ, ശ്യാം പുഷ്കരൻ, അവരുടെ പ്രൊഡക്ഷൻ, ഗിരീഷ് ഏടി വരുന്നു. അദ്ദേഹത്തിന്റെ സിനിമകളിൽ നമ്മൾ കോമൺ ആയി കുറേ കണ്ടിട്ടുള്ള കുറേ ആർട്ടിസ്റ്റുകൾ വരുന്നു, ഗംഭീര ടെക്നീഷ്യൻസ് വരുന്നു. അങ്ങനെ എല്ലാം കൊണ്ടും നിവിൻ പോളിയെ മുന്നിൽ നിർത്തി, നിവിനെ മമിതയെ മുന്നിൽ നിർത്തി അവർ നയിച്ച ഈ വടംവലി അവർ ജയിച്ചു കയറി. പിന്നെ മമിതയുടെ ഈ സിനിമയിലും ഇതിനു മുമ്പ് വിശ്വനാഥ് ആൻഡ് സൺസിലും വന്നിട്ടുള്ള ക്യാരക്ടേഴ്സിനെ മുൻനിർത്തിക്കൊണ്ട് നമുക്കൊരു അനാലിസിസ് വീഡിയോ ചെയ്യാനുണ്ട്. അതെന്തായാലും കുറച്ച് ദിവസങ്ങൾക്കപ്പുറം നമ്മൾ ചെയ്യുന്നതായിരിക്കും. ഈ സിനിമ ഓണത്തിന് മിസ് ചെയ്യല്ലേ മക്കളെ. ഓണത്തിന് തിയേറ്ററിൽ പോയി പൊളി വൈബാണ്. അപ്പോൾ ശരി എന്നാൽ താങ്ക് യു ബൈ. ഈ സിനിമയെക്കുറിച്ച് ഞാൻ പറഞ്ഞത് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ്. സിനിമ ഓരോരുത്തർക്ക് ഡിഫറൻ്റ് ആയിരിക്കും. ഈ സിനിമ തിയേറ്ററിൽ കണ്ടു കഴിഞ്ഞാൽ നിങ്ങളുടെ ഒപ്പീനിയൻ എന്തായിരിക്കും എന്നുള്ളത് ഡിപ്പെൻസ്. എനിക്ക് ഏകദേശം ഒരു ധാരണയുണ്ട്, എന്നാലും ഇറ്റ് ഡിപ്പെൻസ്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കമൻറ്റ് ബോക്സും കൂടി വായിച്ചിട്ട് സിനിമയ്ക്ക് പോകണോ വേണ്ടിയോ എന്ന് തീരുമാനമെടുക്കാൻ കാത്തിരിക്കുന്ന ആളുകൾക്ക് അത് വലിയൊരു സഹായമായിരിക്കും. അപ്പോൾ ശരി, ബൈ.